ഹലോ മിസ്റ്റർ മിസ്സിന്റെ റൈറ്റ് ആൻഡ് റോങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചു തരാം. അത് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കൂ. ഇതെന്തായാലും ഇത്രയും മുട്ടേ കൊള്ളാം. ഉടനെ നിന്റെ ഭർത്താവ് അടിച്ചു പോവും. ഇതൊക്കെ ആരുമാരില് പറഞ്ഞു തരുന്നത്? ഞാൻ സഹിത 10 മുട്ട അയക്കുന്നുണ്ട്, അതുപോലെ ഇക്ക 22 മുട്ട അയക്കുന്നുണ്ട് ഡെയിലി. ഉടനെ പോവും. അതെ, ഇപ്പൊ ഒരാൾ ഒരു 5 മുട്ട കഴിക്കുന്നു, ഒരാൾ 22 മുട്ട കഴിക്കുന്നു. 22 മുട്ടയും 5 മുട്ടയും കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുമോ? ഈ കൊളസ്ട്രോൾ കൂടി നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? ഞാനപ്പോൾ കൊളസ്ട്രോളിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് 80% നമ്മളെ കൊളസ്ട്രോൾ നിർമ്മിക്കുന്നത് നമ്മുടെ ലിവറാണ്. നമ്മുടെ ബോഡിയിലുള്ള ലിവറാണ് ഈ കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നത്. ബാക്കി 20% നമ്മൾ ഇതുപോലെ ഫുഡിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് ബോഡിക്ക് വളരെ ഉപകാരമാണ്. ഈ കൊളസ്ട്രോളിന്റെ അളവ് കുറഞ്ഞ ബോഡിക്ക് വളരെ ദോഷവുമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് ഈ കൊളസ്ട്രോൾ ആണ് നമ്മുടെ സെക്സ് ഹോർമോണിനെ നിർമ്മിക്കുന്നത്. അതായത് ഈസ്ട്രോജൻ, അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ എന്നിവയുടെ അളവ് കൂട്ടുന്നതിന് ഏറ്റവും ഉപകാരപ്രദമാണ് നമ്മുടെ ഈ കൊളസ്ട്രോൾ. രണ്ടാമത് ഞാൻ പറയുന്നത് നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഹോർമോൺസ് ആയ കോർട്ടിസോളും അതുപോലെ എൽഡോസ്റ്റിറോണും ഈ നിർമ്മിക്കുന്നത് ഈ കൊളസ്ട്രോൾ വഴിയാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ വൈറ്റമിൻ D3യുടെ സിന്തസിസിന് ഏറ്റവും ഉപകാരപ്പെടുന്നതും ഈ കൊളസ്ട്രോൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊളസ്ട്രോൾ ആണ് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വസ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ ഈ ഡോക്ടർമാരും ഹോസ്പിറ്റലുകാരും പറയുന്നുണ്ട് കൊളസ്ട്രോൾ ലെവൽ കൂടിക്കൂടാ, ഇങ്ങനെ കൂടിയാലും നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് പോലെ ഡിസീസ് ഉണ്ടാവും, നിങ്ങൾ ഉടനെ അടിച്ചു പോകും എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ കൊളസ്ട്രോളിന്റെ ലെവലല്ല നിങ്ങൾ നോക്കേണ്ടത്. കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിവറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിച്ചതിന് ശരി നമ്മൾ കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ നോക്കേണ്ടത് എന്താണ്? ട്രൈഗ്ലിസറൈഡിന്റെ ലെവല്, അതുപോലെ LDLന്റെ ലെവല്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഈ ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ എങ്ങനെയാണ് കൂടുന്നത്? അതായത് നമ്മൾ ജങ്ക് ഫുഡ് അതുപോലെ അൺസാച്ചുറേറ്റഡ് ഓയിൽ, അങ്ങനെ ഒരുപാട് ഇങ്ങനെയുള്ള ആഹാരങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അതുപോലുള്ള ഡിസീസ്, ഈ ഒരു ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നതും LDLന്റെ അളവ് കൂടുന്നതുമായിട്ടുള്ള ഡിസീസ് നമുക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾ ഹൃദ്രോഗമായിട്ട് മാറും. അപ്പൊ നിങ്ങൾ എപ്പോഴും നല്ല ഫുഡ് ചൂസ് ചെയ്യുക. എന്താണ് നല്ല ഫുഡിലുള്ളത് എന്ന് കണ്ടുപിടിക്കുക, അത് നല്ല രീതിയിൽ കഴിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വ്യായാമം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ആൻഡ് റോങ്ങിൽ കൊളസ്ട്രോൾ എന്താണെന്ന് മനസ്സിലായില്ലേ? സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ് വിത്ത് ലവ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് കോച്ച്.